മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണിയെ കാണുന്നതും മോഹിനി ചോദിക്കുന്നുണ്ട്, മോൻ എപ്പോഴാണ് വന്നത്, അവൾ നിൻ്റെ കൂടെ വരാനായിട്ട് സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട് അതിനെ അമ്മയുടെ മോള് തന്നെയാണ് അതിന് കാരണമെന്നെല്ലാം പറയുന്നത് കേട്ട മോഹിനി ആകെ ഞെട്ടുന്നു. അങ്ങനെ എല്ലാ സന്തോഷത്തോടു കൂടി തന്നെ കരുണയാണെങ്കിൽ കമലേശ്വരത്തോട്ട് പോകാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. ഇത് കണ്ട് മുത്തശ്ശിയും പ്രതാപനും എല്ലാം ഞെട്ടുന്നുണ്ട്. എന്ത് കാരണം കൊണ്ടായിരിക്കും മോൾ ഇത്ര പെട്ടെന്ന് ഇവൻ്റെ കൂടെ പോകാൻ ഒരുങ്ങുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അങ്ങനെ എല്ലാ കാരണവും കരുണ തന്നെ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്. പിന്നീട് കരുണയാണെങ്കിൽ മോഹിനിയോടായിട്ട് പറയുന്നുണ്ട് അമ്മയുടെ മൂത്ത മകളായ മഹാലക്ഷ്മി ആണെങ്കിൽ ഗർഭിണിയായിരിക്കുകയാണ്, അതിൻ്റെ ഉത്തരവാദി കണ്ണേട്ടനല്ലെന്നും എല്ലാം പറയുന്നത് കേട്ട് മുത്തശ്ശിയും പ്രതാപനുമാണെങ്കിൽ ഇത് കേട്ട് ഞെട്ടുന്നുണ്ട്. അവർക്ക് ഈ വാർത്തയാണെങ്കിൽ വളരെ സന്തോഷം തരുന്നതായിരിക്കും. പിന്നീട് മുത്തശ്ശിയാണെങ്കിൽ മോഹിനിയോടായിട്ട് പറയുന്നുണ്ട് നിൻ്റെ മോൾക്ക് എന്തൊരു അഹങ്കാരമായിരുന്നു, അതിൻ്റെ ശിക്ഷയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നതെന്നും അത്രമാത്രം എൻ്റെ മോളെയും എന്നെയും ഞങ്ങളെ രണ്ടുപേരെയും അവനും അവളും ദ്രോഹിച്ചിട്ടുണ്ടെന്നെല്ലാം പറയുന്നത് കേട്ട് മോഹിനിക്കാണെങ്കിൽ ആകെ സങ്കടമാകുന്നുണ്ട്. കമലേശ്വരത്തെ റാണിയായിട്ട് താമസിച്ചിരുന്ന നിൻ്റെ മോൾക്ക് ഇത് തന്നെ വേണമടി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മോഹിനിയുടെ നേരെ ചാടിക്കടിക്കുകയാണ് മുത്തശ്ശി. പിന്നീട് പ്രതാപനാണെങ്കിൽ കരുണയോടായിട്ട് പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നീ ആ കണ്ണനെ ആശ്വസിപ്പിക്കണം, നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ലേ അവൾ ആ ഒരു ദുർനടപ്പുകാരിയാണെന്ന്, അതുകൊണ്ട് അത് നീ പ്രൂവ് ചെയ്യാൻ നിനക്കൊരു അവസരം കിട്ടിയിരിക്കുന്നതാണെന്നെല്ലാം കരുണയോടായിട്ട് പ്രതാപൻ പറയുന്നുണ്ട്. പിന്നീട് കമലേശ്വരത്തോട്ട് പോകുന്ന കരുണയെയും ഉണ്ണിയെയും നോക്കി നിൽക്കുകയാണ് മുത്തശ്ശിയും പ്രതാപനും. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഇപ്പോഴാണ് എൻ്റെ മനസ്സിന് ചെറിയൊരു സമാധാനമായത്, മോളും സന്തോഷമായിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ പകുതി ആശ്വാസമായെന്നെല്ലാം പറയുകയാണ്. അങ്ങനെ നമ്മുടെ മോഹിനിക്കാണെങ്കിൽ മനസ്സിനൊരു സമാധാനമില്ല. കാരണം മഹിക്ക് എന്താ സംഭവിച്ചതെന്നറിയാനായിട്ട് ആകെ ആകാംക്ഷയോടുകൂടി തന്നെ മോഹിനിയാണെങ്കിൽ നമ്മുടെ മഹിയെ വിളിക്കുന്നു. അങ്ങനെ മഹിയാണെങ്കിൽ അമ്മയോടായിട്ട് സംസാരിക്കുന്നുണ്ട്, അമ്മേ എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ ചെറുതായിട്ടൊന്ന് വീണായിരുന്നു, ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ല, ഞാനിപ്പോൾ അനന്തുവേട്ടൻ്റെയും ലേഖയുടെയും വീട്ടിലാണെന്നോ, അമ്മയ്ക്ക് എന്നെ കാണണമെങ്കിൽ അങ്ങോട്ട് വരാമെന്നെല്ലാം പറയുന്നത് കേട്ട് മോഹിനി പറയുന്നുണ്ട് മോളെ മോക്ക് ഒരു കുഴപ്പവുമില്ലല്ലോ അല്ലേ, കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഒരു കുഴപ്പവുമില്ല, ഞാനെല്ലാം ഇവിടെ ഉണ്ണി വന്നപ്പോൾ പറഞ്ഞു എന്നെല്ലാം പറയുന്നത് കേട്ട് നമ്മുടെ മഹി പറയുന്നുണ്ടോ അപ്പോൾ എല്ലാം അമ്മ അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാൻ കണ്ണേട്ടനും കൂടെ എടുത്ത തീരുമാനമാണ്, എൻ്റെ പ്രസവം കഴിയുന്നത് വരെ ഇവിടെ തന്നെ നിൽക്കാമെന്നാണ് കണ്ണേട്ടൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ പിരിഞ്ഞാണ് താമസിക്കുന്നതെന്നെല്ലാം പറയുന്നുണ്ട്. പിന്നീട് കമലേശ്വരത്തെത്തുന്ന കരുണയാണെങ്കിൽ നേരെ തന്നെ ആദ്യം ചെല്ലുന്നത് നമ്മുടെ കണ്ണൻ്റെ റൂമിലോട്ടാണ്. അങ്ങനെ കണ്ണനെ ഒന്ന് കളിയാക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് കരുണ അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ കണ്ണനെ കാണുന്നതും കരുണ പറയുന്നുണ്ട് കണ്ണനോടായിട്ട്, എന്നാലും കണ്ണേട്ട അവളിങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതല്ലല്ലോ, കണ്ണേട്ടൻ എന്തുമാത്രം അവളെ സ്നേഹിച്ചതാണെന്നും കണ്ണേട്ടൻ ഒരു റാണിയെ പോലെയല്ലായിരുന്നു അവളെ കൊണ്ടു നടന്നതും, എന്നിട്ട് ഈ കണ്ണേട്ടനോട് തന്നെ അവളിങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ വളരെയേറെ കളിയാക്കിക്കൊണ്ട് തന്നെ സംസാരിക്കുകയാണ്. ഇനി അവൾക്കൊരു കുഞ്ഞിനെ വേണമെങ്കിൽ ദത്തെടുക്കാമായിരുന്നില്ലേ, കണ്ണേട്ടൻ്റെ പരിമിതികളെല്ലാം അവൾക്ക് അറിയാവുന്നതല്ലേ, അതുകൊണ്ട് ആലോചിച്ച് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തേണ്ടതിന് പകരം അവൾ ഈ ഒരു മാർഗം തിരഞ്ഞെടുത്തല്ലോ, അതുകൊണ്ട് ആ കുഞ്ഞ് ജനിക്കാതിരിക്കട്ടെ എന്നെല്ലാം ശപിച്ചുകൊണ്ട് തന്നെ കരുണ പറയുന്നുണ്ട്. പിന്നീട് പറയുന്നു ആ കുഞ്ഞുണ്ടായാൽ തന്നെ അതിനെന്തെങ്കിലും ഒരു അംഗവൈകല്യങ്ങൾ ഉണ്ടായിക്കൊണ്ട് തന്നെയായിരിക്കും ആ കുഞ്ഞിൻ്റെ ജനനം, അതുകൊണ്ട് കണ്ണേട്ടൻ സമാധാനമായിട്ടിരിക്കെ കണ്ണേട്ടനെ വഞ്ചിച്ച അവൾക്ക് ദൈവം നല്ലൊരു ശിക്ഷ തന്നെ കൊടുക്കട്ടെ എന്നെല്ലാം ശപിച്ചുകൊണ്ട് തന്നെ കരുണ പറയുന്ന വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ കണ്ണനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ ഒന്നും പ്രതികരിക്കാൻ പറ്റാതെ തന്നെ കണ്ണൻ ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കണ്ണേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, കണ്ണേട്ടൻ ഞങ്ങളെല്ലാവരുമുണ്ട്, അവളിട്ടിട്ട് പോയതുപോലെ ഞങ്ങൾ കണ്ണേട്ടനെ ഇട്ടിട്ട് പോകില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ വളരെയേറെ അഭിനയിക്കുകയാണ് കണ്ണൻ്റെ മുന്നിൽ. പിന്നീട് മേഘനാഥനെയാണ് കാണിക്കുന്നത്. അങ്ങനെ മേഘനാഥനാണെങ്കിൽ സീമന്തിനിയോടായിട്ട് പറയുന്നുണ്ട് എന്താണെങ്കിലും ഇനി കണ്ണന് വേറൊരു മഹാലക്ഷ്മി ഉണ്ടാകരുത്, ഇനി ആലോചിച്ച് വേണം നമ്മളുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കാൻ, നമ്മളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ വേണം ഒരു പെണ്ണിനെ വേണം ഇനി കണ്ണനെ ആലോചിക്കേണ്ടത് എന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ വാമദേവനാണെങ്കിൽ ഇത് കേട്ടുകൊണ്ട് തന്നെ പുറത്തോട്ട് വരുന്നു. എന്നിട്ട് വാമദേവൻ ചോദിക്കുന്നുണ്ട് നീ ആരുടെ കാര്യമാണ് ഈ പറയുന്നത്, നമ്മുടെ കുടുംബത്തിൽ ഏത് പെൺകുട്ടിയാണ് കണ്ണന് വേണ്ടി നീ ആലോചിക്കുന്നതെന്നെല്ലാം വാമദേവനാണെങ്കിൽ മേഘനാഥനോടായിട്ട് ചോദിക്കുമ്പോൾ മേഘനാഥനാണെങ്കിൽ സ്വാതിയെ നോക്കുന്നുണ്ട്. അങ്ങനെ സ്വാതിക്കാണെങ്കിൽ മേഘനാഥൻ്റെ ഈ നോട്ടത്തിൽ തന്നെ ഇതിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നു. നേരത്തെ തന്നെ ഇതിനു മുമ്പ് കണ്ണനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്വാതിയാണെങ്കിൽ അത് എതിർത്തതായിരുന്നല്ലോ, അതുകൊണ്ട് സ്വാതിക്കിത്
പറഞ്ഞപ്പോൾ തന്നെ കാര്യം പിടികിട്ടുന്നുണ്ട്. അങ്ങനെ സ്വാതിയാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്കൊരിക്കലും കണ്ണേട്ടനെ എൻ്റെ ഭർത്താവായിട്ട് കാണാൻ സാധിക്കില്ല എന്ന് പറയുമ്പോഴേക്കും മേഘനാഥൻ പറയുന്നുണ്ട്, ഇനി നീ മിണ്ടരുത്, അന്നേ നീ ഇത് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടൊന്നും ഇപ്പോൾ ഉണ്ടാവില്ലായിരുന്നു. ഈ മഹാലക്ഷ്മി എന്ന് പറഞ്ഞവളൊന്നും ഇവിടെ വന്ന് വിലസില്ലായിരുന്നു, നമ്മുടെ ജീവിതം ഇങ്ങനെ ആയി പോകില്ലായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീ ഇതിനൊരു മുടക്കം പറയരുതെന്നെല്ലാം മേഘനാഥനാണെങ്കിൽ സ്വാതിയോട് പറയുമ്പോൾ സ്വാതിയാണെങ്കിൽ മനസ്സോടുകൂടി തന്നെ സമ്മതിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ട് വളരെ സന്തോഷിക്കുന്ന മേഘനാഥനെയാണ് കാണിക്കുന്നത്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.